ആഗോള കുമ്പിളപ്പം. ചില നല്ല വാർത്തകൾ ഇങ്ങനെയാണ്: ലളിതം, ചേതോഹരം എന്നൊക്കെ കൂടി വിശേഷിപ്പിക്കാൻ തോന്നും. ഇത് മലയാളിയുടെ സ്വന്തം കുമ്പിളപ്പത്തിന്റെ അഥവാ തെരളിയപ്പത്തിന്റെ വിജയകഥ. പഴയ മലയാളിയുടെ മെനുവിൽ ഇടയ്ക്കിടെ ഇടം പിടിച്ചിരുന്ന കുമ്പിളപ്പം പഴയ പ്രചാരം ഇല്ലെങ്കിലും ഇപ്പോഴും എല്ലാ മലയാളിക്കും പരിചിതം തന്നെയാണ്. നാലുമണി പലഹാരങ്ങളിലെ ഈ വേറിട്ട ജന്മം. കഥ പറയും മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ പരിസരങ്ങളിൽ ഒരു കുമ്പിളപ്പത്തിന് എത്ര വില വരും? 8 രൂപ, 10 രൂപ, ഇങ്ങനെയൊക്കെ ആയിരിക്കും മറുപടി. എന്നാൽ കേട്ടോ, ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇതിന്റെ വില 35 രൂപയാണ്. ഇവിടെയാണ് നമ്മുടെ പാവം കുമ്പിളപ്പം വാർത്തയാകുന്നത്. വെറും വാർത്തയല്ല, പുതുതലമുറ സംരംഭകത്വത്തിന്റെ ആവശ്യകരമായ കിടിലൻ വാർത്ത. വിനീതമായ ചില തുടക്കങ്ങളിൽ നിന്ന് ചരിത്രം സൃഷ്ടിച്ചവരുടെ ശ്രേണിയിലെ പുതിയൊരു കണ്ണിയായി മാറിയ ഒരു സംഘം കർഷകർ സൃഷ്ടിച്ച വാർത്ത ന്യൂസ് ബാനിലൂടെ ഇങ്ങനെ തുടരട്ടെ. വാർത്തയുടെ ചുരുക്കം ഇതാണ്: കോട്ടയം ജില്ലയിലെ പാലയ്ക്ക് സമീപമുള്ള നീലൂർ എന്ന സ്ഥലത്തു നിന്ന് അമേരിക്കയിലേക്കും UK-യിലേക്കും ഒക്കെ 10,000-കണക്കിന് കുമ്പിളപ്പം കയറ്റുമതി ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരെണ്ണത്തിന്റെ വില 35 രൂപ. 600-ലേറെ കർഷകർ ചേർന്ന് നീലൂർ കേന്ദ്രമായി 2016-ൽ ആരംഭിച്ച ഒരു പ്രൊഡ്യൂസർ കമ്പനിയാണ് തുടക്കത്തിൽ തേൻ, ചക്ക അധിഷ്ഠിത ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധിക്കുകയും പിന്നീട് പ്രാദേശിക വിപണിയിൽ വിൽക്കുന്നതിന് കുമ്പിളപ്പത്തിന്റെ നിർമ്മാണത്തിലേക്ക് തിരിയുകയും ചെയ്തത്. തുടക്കത്തിൽ പ്രാദേശികമായി 100 എണ്ണം മാത്രം വിറ്റുകൊണ്ടാണ് കമ്പനി ഈ രംഗത്ത് കടന്നത്. ചില വിദേശ ഓർഡറുകളാണ് വഴിത്തിരിവായത്. US, UK കൂടാതെ ഗൾഫ് നാടുകളിലും ആവശ്യക്കാർ ഉണ്ടായതോടെ പ്രതിമാസം 50,000 കുമ്പിളപ്പം കയറ്റുമതി ചെയ്യുന്ന തലത്തിൽ കമ്പനി വളർന്നു. പ്രാദേശിക മാർക്കറ്റിലാകട്ടെ 2,500 എണ്ണത്തിന്റെ വിപണനം ദിവസേന നടക്കുകയും ചെയ്യുന്നു. ഇന്ന് ലോകത്തിന്റെ നാവിൽ രുചിയും സുഗന്ധവും പുരട്ടുന്ന ഈ കുമ്പിൾ വിപ്ലവത്തിനു പിന്നിൽ നേരിട്ട് പ്രവർത്തിക്കുന്നത് 10 വനിതകളാണ്. വേഗം കൂടുകയും അകലം കുറയുകയും ചിലപ്പോൾ അതിരുകൾ തന്നെ മാഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്ന ലോകത്ത് ഒരു പ്രദേശത്ത് സുലഭമായ ഒരു ഉൽപ്പന്നത്തെയോ ആശയത്തെയോ അവയെ അത്ഭുതത്തോടെ നോക്കിക്കാണാൻ ഇടയുള്ള ദൂരെ ഒരു സ്ഥലത്ത് പുതുമ നഷ്ടപ്പെടാതെ എത്തിക്കാൻ സാധിച്ചാൽ സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷേ ചെറിയ തുടക്കങ്ങളിലൂടെ ഏതവസരത്തെയും എത്തിപ്പിടിക്കാൻ സ്വയം പാകപ്പെടുന്നവരെ മാത്രമാണ് ഇത്തരം സാധ്യതകൾ തേടി വരികയുള്ളൂ എന്നതാണ് ഈ വിജയകഥ ഒളിപ്പിക്കുന്ന കൗതുകമുണർത്തുന്ന സന്ദേശം. നമ്മുടെ വഴിയോരങ്ങളിലും പറമ്പുകളുടെ ഒഴിഞ്ഞ കോണുകളിലുമൊക്കെ ഇപ്പോഴും അവശേഷിക്കുന്ന ഇടന മരങ്ങൾ നമുക്കൊരു കാഴ്ച പോലുമല്ല. എന്നാൽ ഈ മരത്തിൽ നിന്നെടുക്കുന്ന സുഗന്ധം പരത്തുന്ന ഔഷധ ഗുണമുള്ള ഇലയുടെ സാന്നിധ്യമാണ് കുമ്പിളപ്പത്തെ യുണീക്കാക്കുന്നതും വിദേശത്ത് പോലും ഇത്ര വലിയ ഹിറ്റാക്കുകയും ചെയ്തത്. എന്നോ ആരോ അടുക്കളയിൽ നടത്തിയ ഒരു ചെറിയ കലിനറി ഇന്നോവേഷനിലാണ് ഇന്നത്തെ ഒരു എക്സ്പോർട്ട് ബിസിനസിന്റെ കാതലിരിക്കുന്നത് എന്നറിയുമ്പോൾ ഇത്തരം സാധ്യതകളുടെ വാതിലുകൾ ഇനിയും എവിടെയൊക്കെയോ തുറന്നു കിടപ്പുണ്ടെന്ന ലളിതമായ സത്യം കുമ്പിളപ്പത്തിന്റെ മനം കവർന്ന ഗന്ധത്തിനൊപ്പം പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇനിയും പിറക്കട്ടെ വാർത്തയാകുന്ന ഇത്തരം ലളിത സുന്ദര കഥകൾ. ഹൃദയം തൊടുന്ന മറ്റൊരു ന്യൂസ് സ്റ്റോറിയുമായി ന്യൂസ് ബാൻഡിലൂടെ വീണ്ടും കാണാം. ഞാൻ ഗോപിക സുനിൽ. ബൈ.